കഴിഞ്ഞ 4.5 വർഷമായി വെമ്പായത്ത് നിന്ന് നെടുമങ്ങാടേക്ക് പോകുന്ന ഈ വഴിയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നതായിരുന്നു നാട്ടുകാർക്ക് തലവേദനയായിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ PWD പണിഞ്ഞ ഈ പുതിയ ന്യൂജൻ റോഡാണ് തലവേദന. കാരണം ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെയൊന്ന് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പാട പോലെ ഇളകി പോകുന്ന സ്ഥിതിയാണ്. ഇത് ഇവിടുത്തെ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല, ഈ റോഡിൻ്റെ പല ഭാഗത്തും ഈ കാണുന്നതാണ് സ്ഥിതി. ഇതിപ്പോൾ ഈ റോഡ് ആവശ്യമില്ലെങ്കിൽ ഇളക്കി വീട്ടിൽ മാറ്റി വയ്ക്കാവുന്ന സ്ഥിതിയാണ്. അല്ല, അതിപ്പം പൊടി കൊച്ചുങ്ങൾക്ക് വരെ ഇത് ഇളക്കി വയ്ക്കാമല്ലോ. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വണ്ടി 2 ദിവസം ഓടാതിരുന്നെങ്കിൽ പിന്നെ റോഡ് ടാറിട്ട വണ്ടി ഓടാതെ പിന്നെ ഇത് ഇപ്പം പറയണ 6 മാസം വരെ വണ്ടി ഓടാതിരുന്നെങ്കിൽ ഉറയ്ക്കുള്ളതെന്നാണ്. ചേട്ടാ, ഇതിപ്പം എന്താ ഇപ്പം ഇവർ പറയുന്നത്? ഈ റോഡ് ഇപ്പം പല ഭാഗങ്ങളും ഇങ്ങനെ തറന്നു കിടക്കുക, എന്താ ഇപ്പം ഇവർ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇന്നലെ അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധനകളൊക്കെ നടത്തിയൊക്കെ പോയിട്ടുണ്ട്. കനം നോക്ക്, ഇതെന്താവും എന്നുള്ളതിനെ ഇത് എത്ര ഉണ്ട് ഈ കനം? ഈ റോഡിന്റെ ഒരു പ്ലാവ് വരെ കനം പോലും ഇല്ല. ഈ കനത്തിലിട്ടാൽ ഈ റോഡ് നിലനിൽക്കില്ല. അപ്പം ഇനി ഉദ്യോഗസ്ഥർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. പലയിടങ്ങളിലും ഈ കാണുന്നതൊക്കെയാണ് സ്ഥിതി എന്ന് തോന്നുന്നു അല്ലേ? എല്ലായിടത്തും എങ്ങനെയാണ് ഈ 1.5 കിലോമീറ്ററും ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അവർ ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ. ഇതിപ്പോൾ പഴയതിനേക്കാളും അപ്പുറം ഇനിയിപ്പം ഒരു മഴ വരുമ്പോൾ ആവും വണ്ടി പോലും ഓടാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. റോഡിന് എന്താ കനം കുറവാണോ, എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? റോഡ് കനം കുറവാണ്. അത് ടാറിട്ടിരിക്കുന്നത് 4 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ 2.25 ഉള്ളൂ. ഇന്നലെ അവർ അളക്കാനൊക്കെ വന്നായിരുന്നു, ഇതിൻ്റെ ടെസ്റ്റ് എടുക്കാനായിട്ട് വന്നായിരുന്നു. ഇപ്പോൾ 2.25 ഉള്ളൂ ടാറിനൊക്കെ കനം. പിന്നെ അടിസ്ഥാനം ഇതല്ല, GSP വെറും മണ്ണാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. മണ്ണെന്ന് പറഞ്ഞാൽ വെറും ഇവിടെ ഒരു അടഞ്ഞിടക്കുന്ന ക്രഷറുണ്ട്, അതിനകത്തുനിന്ന് വെറും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനം നേരെ അല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് കിടക്കാത്തത്. ഈ ടാർ ചെയ്യുന്നതിന് മുമ്പ് ഈ റോഡ് കൃത്യമായി ഉറപ്പിക്കാത്തതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നൊക്കെ ഈ റോഡിൻ്റെ ഈ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരും കാര്യങ്ങൾ, തുടർ നടപടികൾ എന്താകുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.